ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് പുളിയറ SKVHSൽ നടത്തി. ഈ വർഷത്തെ ക്യാമ്പിന്റെ പേര് ഇനിയും ഒഴുകും മാനവ സ്നേഹത്തെ ജീവവാഹിനിയായി എന്നാണ്. ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് SKVHSൽ തുടങ്ങി. ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ പേര് ഇനിയും ഒഴുകും മാനവ സ്നേഹത്തെ ജീവവാഹിനിയായി എന്നതാണ്. ക്യാമ്പിൽ 6 പ്രധാന കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മനസ്സ് നന്നാവട്ടെ NSSന്റെ ചെട്ടികുളങ്ങര സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഡിസംബർ 26 തുടങ്ങി 1 അവസാനിക്കുന്ന ക്യാമ്പാണിത്. ക്യാമ്പിന്റെ പേര് ഇനിയും ഒഴുകും മാനവ സ്നേഹത്തിന് ജീവവാഹിനി എന്നാണ്. ഇതിൽ നിന്നും കുട്ടികളെ വെറും ക്ലാസ് അന്തരീക്ഷത്തിൽ മാത്രം ഇരുത്താതെ സമൂഹവുമായി ഇടപെടുവാനും നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങൾ, ലഹരിക്കെതിരെയുള്ള ജാഗ്രത, ഉണർവ്, എയ്ഡ്സിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ്. അതൊക്കെ കുട്ടികളിൽ കൂടുതൽ എത്തിച്ചേർക്കാനും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഞങ്ങളുടെ ക്യാമ്പ് ഇത്രയും ദിവസം ഇപ്പോൾ 5ാമത്തെ ദിവസമാണ്. വളരെ നല്ല രീതിയിലായിരുന്നു ക്യാമ്പ് മുന്നോട്ട് പോയിരുന്നത്. ഞങ്ങളുടെ NSSന്റെ 7 days ക്യാമ്പിന്റെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പുറത്തു പോവുകയും കുറേ പ്രൊജക്റ്റുകൾ ഞങ്ങൾ ചെയ്തിരുന്നു. വളരെ നല്ല അനുഭവമായിരുന്നു അതൊക്കെ. പിന്നെ ഇവിടെയുള്ള ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും പിന്നെ ഇവിടെയുള്ള പ്രൊജക്റ്റ് ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. വളരെ നല്ല ക്യാമ്പായിരുന്നു. ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സപ്തദിന NSS സഹവാസ ക്യാമ്പാണ്. വളരെ ഭംഗിയായിട്ട് 26 മുതൽ തുടങ്ങിയിട്ടുണ്ട്. 1 വരെയാണ് ഈ സഹവാസ ക്യാമ്പ്. എൻ്റെ കുഞ്ഞുങ്ങൾക്കും വളരെ ഭംഗിയായിട്ട് ക്യാമ്പ് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇനിയുള്ള 2 ദിവസം കൂടി ഞങ്ങളിവിടെ ഉണ്ടാവും. എല്ലാവരുടെയും സഹകരണത്തോടും സന്തോഷത്തോടും കൂടി ഈ ക്യാമ്പ് അവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 5ാം ദിവസം ഗ്രാമസ്വരാജ് എന്ന പദ്ധതിയാണ് ആസൂത്രണം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചും പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് ആഴത്തിലുള്ള അറിവ് നൽകുന്നതിനായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന സാഹചര്യമായതിനാൽ പുതിയ മുഖം പുതിയ വികസനം എന്ന ആശയം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാൻ പദ്ധതിക്ക് സാധിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ PV മുരളി, ഗ്രാമപഞ്ചായത്ത് അംഗമായ സുകുമാരൻ എന്നിവരെ ആദരിച്ചു. നമ്മുടെ രാജ്യത്ത് ഒരു ത്രിതല പഞ്ചായത്തായിട്ട് പഞ്ചായത്ത് രാജ് ആക്ട് 1994 പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരുന്നത്. ഈ പഞ്ചായത്ത് രാജ് ആദ്യം പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞാരറിയാവോ? ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റുവാണ് ആദ്യമായി പഞ്ചായത്ത് രാജ് എന്ന ഒരാശയം കൊണ്ടുവന്നത്. ആ ആശയം നമുക്കിവിടെ പ്രാബല്യത്തിൽ വന്നത് 1994 പഞ്ചായത്ത് രാജ് ആക്ട് വന്നത്. ആ പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒന്നാണ് ത്രിതല പഞ്ചായത്ത്. ത്രിതല പഞ്ചായത്ത് അതൊക്കെ അറിയാമല്ലോ. ഒരാൾ പറഞ്ഞ് ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞു. ത്രിതല പഞ്ചായത്ത് ഏതൊക്കെയാ പറയുന്നത്? ത്രിതല എന്ന് വെച്ചാൽ 3 എന്ന് വെച്ചാൽ 3. അപ്പൊ ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നപ്പോൾ 94 ത്രിതല പഞ്ചായത്ത് ആക്ട് വന്നു. അപ്പൊ നമുക്ക് ഓരോ ത്രിതല പഞ്ചായത്തിന്റെയും പ്രത്യേകം വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവും നമ്മുടെ രാജ്യത്തിന്റെ ഐശ്വര്യവും അഖണ്ഡതയും ഒക്കെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ത്രിതല പഞ്ചായത്ത് നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ 3 കാറ്റഗറി ആയിട്ട് ഉൾപ്പെടുത്തി. ഗ്രാമപഞ്ചായത്തിലെ കാര്യം ഞാൻ പറയാം. ഗ്രാമപഞ്ചായത്തിൽ ഇപ്പൊ നമുക്ക് ത്രിതല പഞ്ചായത്ത് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഒരു പ്രസിഡന്റ്, ഒരു വൈസ് പ്രസിഡന്റ്, അതായത് നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കത്തില്ല, കേട്ടിട്ടുണ്ടോ? ബഡ്ജറ്റ്. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് കിട്ടുന്ന ഫണ്ടിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും. അത് ധനകാര്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. സംശയമുണ്ട് ചോദിച്ചോണം. വൈസ് പ്രസിഡന്റാണ് നമ്മുടെ ധനകാര്യം കൈകാര്യം ചെയ്യുന്നത്. മറ്റ് വികസന പ്രവർത്തനമായിട്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അത് കഴിഞ്ഞാൽ ക്ഷേമം കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അത് കഴിഞ്ഞ് ആരോഗ്യം, വിദ്യാഭ്യാസവും. അതങ്ങനെ നിൽക്കട്ടെ. നമുക്ക് ഈ ത്രിതല പഞ്ചായത്ത് അല്ലെ പഞ്ചായത്ത് രാജ് ആക്ട് വരുന്നതിന് മുമ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടായോ? ഈ പഞ്ചായത്ത് രാജ് ആക്ട് വരുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ പഞ്ചായത്ത് ഉണ്ടായിരുന്നു, അല്ലയോ? പഞ്ചായത്ത് അപ്പോഴും ഉണ്ട്. പക്ഷെ 94 പഞ്ചായത്ത് രാജ് ആക്ട് 95 നടപ്പാക്കുന്നത്. അപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്? അതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു പാലോ അതുപോലെ റോഡോ മറ്റെന്തെങ്കിലും പണിയണമെങ്കിൽ എന്താ ചെയ്യുന്നത്? ഉദ്യോഗസ്ഥന്മാരാ തീരുമാനിക്കുന്നത്. CDN ന്യൂസ് കായംകുളം.